പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽ ദൈവ സന്നിധിയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവിയ നാമത്തിലെ സ്നേഹവന്ദനത്തെ ഇന്ന് പകൽ അറിയിക്കട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി പത്രോസ് ലീഗ എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം നാം ഒരുമിച്ച് വായിക്കുന്നു. അവയാണ് അവൻ നമുക്ക് വിലയേറിയത് അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഈ പകൽ ദൈവ വചനത്തിൽ നിന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, അത് മഹത്വമുള്ള വാഗ്ദത്തമാണ്, അത് വിലയേറിയ വാഗ്ദത്തമാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. ഹല്ലേലൂയ. ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളൊന്നും വില കുറഞ്ഞതല്ല. കാരണം ദൈവം വിലയേറിയവനാണ്. ആ ദൈവം പറയുന്നത്, നീ എനിക്ക് മാന്യനും വിലയേറിയവനുമാകുന്നു. ഇന്ന് പകൽ നീ ഏത് സാഹചര്യത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും, ഇന്ന് പകൽ നീ ഏത് ചുറ്റുപാടിനെയാണ് ഫേസ് ചെയ്യുന്നതെങ്കിലും, ഈ പകൽ നീ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. വിലയുള്ള മഹത്വമുള്ള വാഗ്ദത്തം നിന്റെ അകത്ത് ദൈവം നൽകിയിട്ടുണ്ട്. ഇന്ന് പകൽ നീ വാഗ്ദത്തത്തെ വിശ്വസിക്കുകയാണെങ്കിൽ, വാഗ്ദത്തത്തെ നീ അനുഗമിക്കുകയാണെങ്കിൽ, വാഗ്ദത്തങ്ങളെ നീ പിടിച്ചെടുക്കുകയാണെങ്കിൽ, വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഇന്ന് പകൽ ദൈവവചനത്തിലൂടെ ഓർപ്പിക്കട്ടെ, വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണെങ്കിൽ, അവൻ വാക്ക് മാറാത്തവനാണെങ്കിൽ, ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനായ ദൈവമാണെങ്കിൽ, മാറ്റം വരാത്ത ദൈവമാണെങ്കിൽ, ഇന്ന് പകൽ സാഹചര്യങ്ങൾ നിനക്കെതിരായി നിന്നോട്ടെ, ചുറ്റുപാടുകൾ നിനക്ക് വഴിമാറി നിന്നോട്ടെ, എന്നാൽ വാക്ക് പറഞ്ഞ ദൈവം മാറാത്തവനാണ്, നീങ്ങാത്തവനാണ്. ഇന്ന് പകൽ നിന്നെ വിലയുള്ളതാക്കി തീർക്കുന്നത്, മഹത്വമുള്ളതാക്കി തീർക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തങ്ങളെ നീ വിശ്വസിച്ച് പ്രാപിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നീ അനുഭവിക്കും. ഹല്ലേലൂയ. പത്രോസിന് ഇതെഴുതുവാൻ ആത്മപ്രേരണ ലഭിച്ചു. മാത്രമല്ല, പത്രോസിന്റെ ജീവിതത്തിന്റെ ചരിത്ര താളുകൾ നാം പരിശോധിക്കുമ്പോൾ യേശുവിനെ താൻ ഒരു പ്രഭാതത്തിലാണ് കണ്ടുമുട്ടിയത്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ലഭിക്കാതെ ഒഴിഞ്ഞ പടകും കാലിയായ വലയും നിരാശപ്പെട്ട മുഖവുമായിരുന്ന പത്രോസിന്റെ പടകിലേക്ക് യേശു കയറി എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. യേശു പത്രോസിനോട് പറഞ്ഞു, ആമേ പടകിന്റെ വലതു ഭാഗത്ത് മീൻ പിടിക്കുവാൻ വേണ്ടി വലയിറക്കുവാൻ പറഞ്ഞു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ശൂന്യതയിൽ നിന്ന് വലിയ ശൂന്യതയിലേക്ക്, നഷ്ടങ്ങളിൽ നിന്ന് വലിയ നഷ്ടങ്ങളിലേക്ക് പോയ പത്രോസ് ആമേ പറയുന്ന ഒരു കാര്യമുണ്ട്, നാളെ നിന്റെ വാക്കിൽ ഞാൻ വലയിറക്കാം. ജീവിതത്തിന്റെ അനുഭവത്തിൽ ഒരുപാട്
ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണോ? പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ജീവിച്ച് മൺമറഞ്ഞു പോയ ഭക്തന്മാരെ വിളിച്ചു ചോദിച്ചാൽ അവർ പറയും, അതെ, ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഇന്നും ജീവിക്കുന്ന ഭക്തന്മാരോട് ചോദിച്ചാൽ അവർ പറയും, അതെ, ഈ ദൈവം വാക്ക് മാറാത്തവരാണ്. ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അവൻ പെറ്റ തന്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തത്തെ ഇന്ന് പകൽ ഏത് സാഹചര്യത്തിനകത്തും, ഏത് പ്രതിസന്ധിയുടെ അകത്തും, ഏത് വെല്ലുവിളിയുടെ അകത്തും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വഴികാക്കുന്ന പത്രോസുമാരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് സ്റ്റെപ്പ് വെക്കുന്ന അബ്രഹാമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ചുവട് വെക്കുന്ന അഭിഷക്തന്മാരുണ്ടെങ്കിൽ, ഇന്ന് പകലിലായി ദൈവവചനത്തിലൂടെ പറയട്ടെ, ഈ താഴ്വരകളിൽ കുഴികൾ വെട്ടുവാൻ പറഞ്ഞപ്പോൾ താഴ്വരകൾ വരണ്ട് ഉണങ്ങിയ നിലമായിരുന്നു, ഉണങ്ങി കിടക്കുകയായിരുന്നു. വിശ്വസിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അനുസരിച്ച് കുഴികൾ വെട്ടിയവർക്കൊരു കാര്യം മനസ്സിലായി: ആഴത്തിൽ കിടക്കുന്ന ഉറവകൾ പൊങ്ങി വന്നതുപോലെ, ആഴത്തിൽ കിടക്കുന്ന ഉറവകൾ ഭൂമിയിൽ വെളിയിൽ വന്നതുപോലെ, ഇന്ന് പകലിന്റെ വിടുതലുകൾ ആഴത്തിൽ കിടക്കുകയാണെങ്കിൽ, നിന്റെ നന്മകൾ ആഴത്തിൽ കിടക്കുകയാണെങ്കിൽ, വിശ്വസിച്ച് നീ സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ, ആഴത്തിൽ കിടക്കുന്ന ഉറവകളെ പൊക്കി കൊണ്ടുവരുന്ന ദൈവശക്തി നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ പകരുവാൻ ഈ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പകൽ വചനത്തിലേക്ക് ശാന്തമായി നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ഒന്ന്, ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. രണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തം മഹത്വമുള്ളതാണ്. മൂന്ന്, ദൈവത്തിന്റെ വാഗ്ദത്തം വിലയേറിയതാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ആമേൻ ദൈവവചനത്തെ, നീ ഏത് ചെറിയ സാഹചര്യത്തിനകത്താണെങ്കിലും, നിനക്ക് വലിയ ഡിഗ്രി ഇല്ലെങ്കിലും, വലിയ കുടുംബ പാരമ്പര്യങ്ങളില്ലെങ്കിലും, ആമെ പിന്നിൽ സാമ്പത്തിക പത്രതയില്ലെങ്കിലും, ഇന്ന് പകൽ അതിനെല്ലാം വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവമാണ് നിന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് നീ വിശ്വസിക്കുവാൻ തയ്യാറാകണം. ദൈവവചനം പറയുന്നു, ഇല്ലാത്തതിനെ ഉള്ളത് പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. അവന്റെ വാഗ്ദത്തത്തിന്, അവന്റെ വാക്കിന് പിന്നിൽ ചിലത് ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയും. ചില പുതിയ ക്രിയേഷനുകൾ, ചില ന്യൂ ക്രിയേഷനുകൾ നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ സഭയിൽ, നിന്റെ ഭാവിയിൽ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനത്തെ നീ വിശ്വസിക്കുകയാണെങ്കിൽ, ഇന്ന് പകൽ ഇല്ലാത്തതിനെ ചിലത് ഉളവാക്കി തരുന്ന, ഉളവാകട്ടെ എന്ന് പറയുമ്പോൾ ഉളവാക്കി തരുന്ന ദൈവം ചില നന്മകൾ നിനക്ക് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും. ദൈവം പറഞ്ഞാണ്, ഞാൻ നിന്റെ പേര് വലുതാക്കും, ഞാൻ നിന്നെ വലിയ ജനതയാക്കും. ദൈവം അബ്രഹാമിനോട് പ്രവാചകൻ നിമിത്തമല്ല, ഒരു പാസ്റ്റർ വഴിയല്ല, ഒരു മീഡിയേറ്റർ വഴിയല്ല, ദൈവം നേരിട്ട് പറഞ്ഞു. ദൈവം നേരിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്റെ പേര് വലുതാക്കാൻ പോവുകയാണ്. അബ്രഹാം കണ്ട ദൈവത്തിന്റെ ക്വാളിറ്റി എന്താണ്? വചനം പറയുന്നത് എങ്ങനെയാ? തേജോമയനായ ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. തേജസ് അണിഞ്ഞ, തേജസ്സിൽ നിൽക്കുന്ന, മഹത്വമുള്ള യേശുവിന്റെ വചനത്തെ അവൻ നേരിട്ട് കേട്ടതാണ് അബ്രഹാം. എന്നാൽ ദൈവ വാഗ്ദത്തം ലഭിച്ചിട്ട് അബ്രഹാം ഷോർട്ട് കട്ടുകൾ തേടിപ്പോയി. ഭാര്യയുടെ വാക്ക് കേട്ടു. അത് മാത്രമല്ല, അബ്രഹാം സ്വയമായി ചിന്തിച്ചു, ചില സ്റ്റെപ്പുകൾ വെച്ചു. അതെല്ലാം പരാജയത്തിൽ നിന്ന്
കോഴി അടയിരിക്കുകയാണെങ്കിൽ നല്ല ജീവനുള്ള കോഴിമുട്ട കൊണ്ടുപോയി ഈ കോഴിയുടെ കീഴിൽ കൊണ്ടുപോയിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നും നടന്നില്ല, രണ്ടാഴ്ച കഴിയുമ്പോൾ ഒന്നും നടന്നില്ല, 19-ാം ദിവസം ഒന്നും നടന്നില്ല, 20-ാം ദിവസം ഒന്നും നടന്നില്ല. 21-ാമത്തെ ദിവസം ഈ കോഴിയുടെ അടിയിലിരിക്കുന്ന മുട്ട അതിന്റെ തോട് പൊട്ടിച്ച് അവൻ പുറത്തൊരു കോഴിക്കുഞ്ഞ് വരുന്നത് പോലെ ഇന്ന് പകൽ അവൻ നിന്നെ സൂക്ഷിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന, നിന്നെ കാത്തുകൊള്ളുന്ന ദൈവത്തിന്റെ ചിറകിന്റെ കീഴിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ, അത്യുന്നതന്റെ മറവിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ, സർവശക്തന്റെ നിഴലിൻ കീഴിലാണ് നീ പാർക്കുന്നതെങ്കിൽ, ഇന്ന് പകൽ നിന്നെ അകത്ത് കിടക്കുന്ന ഒരു ഭൂതമല്ലോ, നിന്നെ അകത്ത് കിടക്കുന്ന ഒരു ആലോചനയുണ്ടല്ലോ, നിന്നെ അകത്ത് കിടക്കുന്ന ഒരു വാക്തത്വമുണ്ടല്ലോ, നിന്നെ അകത്ത് കിടക്കുന്ന ഒരു പ്രവചനമുണ്ടല്ലോ. സമയമാകുമ്പോൾ ആ മുട്ടയുടെ തോട് പൊട്ടിച്ച് പുറത്തു വരുന്നത് പോലെ, പ്രതികൂലത്തിന്റെ തോട് പൊട്ടിച്ച്, ആവിയാനത്തിന്റെ തോട് പൊട്ടിച്ച്, പ്രശ്നത്തിന്റെ തോട് പൊട്ടിച്ച് നിന്റെ വാക്തത്വം ജീവനോടെ പുറത്തു വരുമെന്ന് ഇന്ന് പകൽ നീ വിശ്വസിക്കാൻ തയ്യാറാകണം, ഏറ്റെടുക്കാൻ തയ്യാറാകണം, പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. വാക്തത്വം പുറത്തു വരുന്നതല്ലേ. Praise the Lord. ദൈവം നിങ്ങളെ കുറിച്ച് വലിയ പ്ലാൻ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒരു എഞ്ചിനീയറിന്റെ അടുക്കൽ ഒരു ബിൽഡർ ചെന്ന് അവന്റെ ഹൃദയത്തിലെ പ്ലാനുകൾ പറയുമ്പോഴാണ് ആ എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്ട് ആ പറഞ്ഞ രൂപരേഖയ്ക്കനുസരിച്ച് പ്ലാൻ വരക്കുന്നത്. എന്നാൽ വിശ്വസിക്കുന്ന ദൈവമല്ലേ, യേശുവിന്റെ രക്തത്താൽ വിടിവിക്കപ്പെട്ട ദൈവമല്ലേ, ഇന്ന് പകൽ നിന്നെ കുറിച്ചുള്ള അവന്റെ പദ്ധതി അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളതാണ്. നിന്നെ കുറിച്ചുള്ള അവന്റെ പദ്ധതി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പുള്ളതാണ്. ഇന്ന് പകൽ ഇന്നലെയല്ല പ്ലാൻ ചെയ്യപ്പെട്ടത്, അത് ഇന്നലെയല്ല അവൻ രൂപപ്പെട്ടത്. നീ രൂപപ്പെടുന്നതിന് മുമ്പ്, നീ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് അമ്മയുടെ ഗർഭം മുതൽ നിന്നെ തിരഞ്ഞെടുത്തവൻ, പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ നിന്നെ അറിഞ്ഞവൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് നിർമ്മിച്ചവൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവൻ. ഇന്ന് പകൽ അവനാ നിന്നോട് പറയുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, ഞാൻ നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നത് മനുഷ്യനല്ല, സംഘടനയല്ല, പാസ്റ്ററല്ല, പ്രവാചകനല്ല, എല്ലാത്തിനെ സൃഷ്ടിച്ച ക്രിയേറ്റർ നിന്നോട് പറയുകയാണ്, യെസ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ജീസസ്. ഇത് പകൽ ദൈവവചനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം വിലയേറിയ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, ഞാൻ നിന്നെ വലിയ ജനതയാക്കും. ദൈവശബ്ദം കേട്ട അബ്രഹാം ഷോർട്ട്കട്ട് തേടി ഹാഗാറിന്റെ അടുക്കൽ പോയി. തന്റെ സമ്പത്തിന്, തന്റെ ധനത്തിന് അവകാശിയായി ദാസനാവുന്ന എലിയാസർ എന്റെ മുമ്പാകെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് പകൽ ദൈവവചനം റോമാലേഖനം പറയുന്നത് ഇങ്ങനെയാണ്, ആശയ്ക്ക് വിരോധമായ ആശയോടെ അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ നിർജീവമായ പാഴായി പോയ സാധ്യതകളില്ലാതെ നോ ചാൻസ് എന്ന് എഴുതി തള്ളിയ സാറയുടെ ഗർഭപാത്രത്തിനകത്ത് ഈസ്ഹാക്ക് എന്ന് പറയുന്ന മറുപടി പുറത്തു വന്നെങ്കിൽ നിന്റെ ജീവിത സാഹചര്യങ്ങൾ നീ പുറത്തു വരത്തില്ല, നിന്റെ ജീവിത സാഹചര്യങ്ങൾ നീ വെളിയിൽ വരത്തില്ല, നിനക്കൊരു നന്മ കാണത്തില്ല, നിനക്കൊരു പേടി ലഭിക്കത്തില്ല, നിന്റെ ശുശ്രൂഷ പുറത്തു വരത്തില്ല. സാഹചര്യങ്ങൾ വിധി എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ നീ ദൈവിക വിശാലതയിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ദൈവിക പദ്ധതിയെ നീ വിശ്വസിക്കുകയാണെങ്കിൽ, ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ, കടലിലെ മണൽത്തരിയെ പോലെ നിന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ.
അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപാട് പ്രവചനങ്ങൾ കേട്ടു, ഒരുപാട് ദൈവശബ്ദം കേട്ടു, ഒരുപാട് ഉപവാസ പ്രാർത്ഥനകൾ കൂടി, ഒരുപാട് ദൈവദാസന്മാരുടെ നടുവിൽ പോയി പ്രാർത്ഥിച്ചു. എന്റെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽ ഒരു വഴി തുറന്നിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ നീ നിരാശപ്പെടരുത്. ഇന്ന് പകൽ നീ നിരാശപ്പെട്ട് പോകരുത്. വചനം നിന്നെ അകത്തുണ്ടെങ്കിൽ, ദൂത് നിന്നെ അകത്തുണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി അകത്തുണ്ടെങ്കിൽ, നീ ഏത് കാരാഗ്രഹത്തിൽ കിടന്നാലും, നീ ഏത് പൊട്ടക്കുഴിയിൽ കിടന്നാലും, നീ ഏത് വെള്ളമില്ലാതെ ഉണങ്ങി വരുന്ന കുഴിക്കകത്ത് നിന്നെ തള്ളിയാലും, ഇന്ന് പകൽ നിന്നെ അവിടെ നിന്നെല്ലാം പൊക്കിയെടുക്കുന്ന ദൈവത്തെ, അവിടെ നിന്നെല്ലാം നിന്നെ ലിഫ്റ്റപ്പ് ചെയ്യുന്ന ദൈവത്തെയാണ് ഇന്ന് പകൽ നീ സേവിക്കുന്നത്. ദർശനം ദൈവം തന്നതാണെങ്കിൽ, ആലോചന ദൈവം തന്നതാണെങ്കിൽ, ഇന്ന് പകൽ യോസേഫ് 17 വർഷം ദൂതിന് വേണ്ടി കാത്തിരുന്നതുപോലെ, ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരുന്നതുപോലെ, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചതുപോലെ, സാഹചര്യങ്ങളുടെ വെല്ലുവിളിക്ക് മുമ്പിൽ ദൈവശബ്ദം അനുസരിച്ച് അവൻ പത്രോസും വഴിയിറക്കിയതുപോലെ വെല്ലുവിളിക്ക് പകൽ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ചരിത്രം ഏറ്റെടുക്കാൻ തയ്യാറാണോ? ദൈവശബ്ദം ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽ നിന്നെ ലൈഫ് ടൈം മാറ്റുന്ന, നിന്നെ ചെഞ്ചാക്കി കളയുന്ന വാഗ്ദത്തം നിന്നെ അകത്തുവരുന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറില്ല. അതിനകത്ത് ദൈവം യോശുവയോട് പറഞ്ഞു, യോശുവേ, നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല. യോശുവ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ വേണ്ടി വന്ന ലീഡറായി. യോശുവ എന്ന് പറയുന്ന ലീഡർ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ലീഡറാണ്. ഈ യോശുവ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ, ഹല്ലേലൂയ, ദൈവം പറയുകയാണ്, നിന്റെ നേരെ ഒരു മനുഷ്യനും നിൽക്കുകയില്ല. യോശുവയുടെ മുമ്പിൽ ഇതാ യോർദാൻ രണ്ടായി മാറി. ഹല്ലേലൂയ. ഇതാ അവന്റെ മുമ്പിൽ അവൻ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. 38 രാജാക്കന്മാർ, അവരുടെ സൈന്യവും ജനവും യോശുവയുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞു. സൂര്യനും ചന്ദ്രനും കൂടെ നിശ്ചലമായി പോയെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. കാരണം എന്താണ്? ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ല. ഇന്ന് പകൽ നിന്റെ ശുശ്രൂഷയിൽ നീ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് പകൽ എന്ത് സാഹചര്യമാണെങ്കിലും, എന്ത് വെല്ലുവിളിയാണെങ്കിലും, നാളെ ഇന്ന് പകൽ നിന്നോട് പറയുകയാണ്, ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ല, ഒരു സാഹചര്യവും നിന്റെ നേരെ നിൽക്കുകയില്ല, ഒരു ബന്ധനവും നിന്റെ നേരെ നിൽക്കുകയില്ല, ഒരു ആവശ്യകരവും നിന്റെ നേരെ നിൽക്കുകയില്ല, ഒരു ശത്രുവും നിന്റെ നേരെ നിൽക്കുകയില്ല. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേലിരിക്കുകയാണ്, ദൈവത്തിന്റെ ആലോചന നിന്റെ മേലിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു മകനെ തരുമെന്ന് പറഞ്ഞു. ആമേൻ. ദൈവം പറഞ്ഞ വാഗ്ദത്തം പോലെ മകനെ തന്നെ കൊടുത്തു. മകനെ ദൈവം കൊടുത്തത്. ഇന്ന് പകൽ ദൈവവചനം വിശ്വസിച്ചാത്മാവിൽ ഏറ്റെടുക്കുന്ന ദൈവമേ, ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ഇന്ന് പകൽ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് പകൽ നിന്റെ ആലോചനകൾ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവചനങ്ങൾ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ, അത് മൺമറഞ്ഞു പോയിട്ടില്ല, അത് മരിച്ചു പോയിട്ടില്ല, അത് മണ്ണിനടിയിൽ പോയിട്ടില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ കല്ലിൽ ഇരുമ്പെടുത്താണികൊണ്ട് എഴുതുന്നത് പോലെയാ. അത് മായ്ക്കുന്നതോറും തെളിഞ്ഞു വരുമെങ്കിൽ, അത് മായ്ക്കുന്നതോറും തെളിഞ്ഞു വരുമെങ്കിൽ, സാഹചര്യം മായ്ക്കാൻ നോക്കിയാൽ, പിശാച് മായ്ക്കാൻ നോക്കിയാൽ, മനുഷ്യൻ മായ്ക്കാൻ നോക്കിയാൽ, വാഗ്ദത്തം ദൈവമാണ് എഴുതിയതെങ്കിൽ അത് തെളിഞ്ഞു വരും. ജീസസ് ഈ വർഷം നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ
പൂർത്തീകരണ വർഷമാണ്. ഈ വർഷം നിങ്ങളെക്കുറിച്ചുള്ള പ്രവചനത്തിന്റെ നിവർത്തീകരണ വർഷമാണ്. ഈ വർഷം നിങ്ങളെക്കുറിച്ചുള്ള ദൈവാലോചനയുടെ നിവർത്തീകരണ വർഷമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട അവിടുത്തെ മക്കൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ള ചില ആലോചനകൾ, പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുള്ള ചില വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം പ്രവചന നിവർത്തിയുടെ വർഷമാകട്ടെ. ഈ വർഷം വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണ വർഷമാകട്ടെ. ഈ വർഷം ദൈവാലോചനയുടെ പൂർത്തീകരണ വർഷമാകട്ടെ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.